Maybe it's the way you say my name. Maybe it's the way you play your game. But it's so good. I've never known anybody like you. But it's so good. I've never dreamed of nobody like you. And I've heard of a love that comes once in a lifetime. And I'm pretty sure that you are that love of mine. 'Cause I'm in a field of dandelions, wishing on everyone that you would be mine, mine. And I see forever in your eyes. I feel okay when I see you smile, smile. Wishing on dandelions all of the time, praying to God that one day you'll be mine. Wishing on dandelions all of the time, all of the time. I think that you are the one for me, 'cause it gets so hard to breathe when you're looking at me. I've never felt so alive and free. When you're looking at me, I've never felt so happy. And I've heard of a love that comes once in a lifetime. And I'm pretty sure that you are that love of mine. 'Cause I'm in a field of dandelions, wishing on everyone that you would be mine, mine. And I see forever in your eyes. I feel okay when I see you smile, smile. Wishing on dandelions all of the time, praying to God that one day you'll be mine. Wishing on dandelions all of the time, all of the time. Dandelion, into the wind you go. Won't you let my darling know? Dandelion, into the wind you go. Won't you let my darling know that I'm in a field of dandelions, wishing on everyone that you would be mine. And I see forever in your eyes. I feel okay when I see you smile, smile. Wishing on dandelions all of the time, praying to God that one day you'll be
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണ്, ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലോ ആകണം. നന്മ പറഞ്ഞ മറിയുന്ന സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എത്തിയുള്ള അംഗീകരിക്കപ്പെട്ടോളാവും. ഞങ്ങളുടെ ഉദ്ദേശം ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതിനാണ്. മാതാപിതാക്കൾ സങ്കീർത്തനങ്ങൾ 65-ാം അധ്യായം. സമൃദ്ധി ചൊരിയുന്ന ദൈവം. ദൈവമേ, സിയോണിൽ വസിക്കുന്ന അങ്ങ് സുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്തരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു. ഭൂമി മുഴുവന്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു. ഉദയത്തിന്റെയും അസ്തമയത്തിന്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. അങ്ങ് അതിനെ അത്യധികം ഫലഭൂഷ്ടമാക്കുന്നു. ദൈവത്തിന്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു. അവിടുന്ന് അതിന്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു. കട്ടിയുടച്ചു നിർത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിന്റെ മുളകളെ അനുഗ്രഹിക്കുന്നു. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. അങ്ങയുടെ രഥത്തിന്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു. കുന്നുകൾ സന്തോഷമണിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു. പരിപാവനനാ
ഒരു നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാം ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം ഒരു നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാം ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി താഴ്വരയാകത്തിൻ തിരി തുറന്നു സ്വർഗീയ വൃന്ദം നിറഞ്ഞു തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി താഴ്വരയാകത്തിൻ തിരി തുറന്നു സ്വർഗീയ വൃന്ദം നിറഞ്ഞു. ശാരോനിലെ പനിനീർദളമായി ദാവീദിൻ സ്നേഹ സങ്കീർത്തനമായി ശാരോനിലെ പനിനീർദളമായി ദാവീദിൻ സ്നേഹ സങ്കീർത്തനമായി പവനനിലൊഴുകും പൂമണമായി പാരിന്റെ നാഥനെ എതിരേൽക്കാം പവനനിലൊഴുകും പൂമണമായി പാരിന്റെ നാഥനെ എതിരേൽക്കാം തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി താഴ്വരയാകത്തിൻ തിരി തുറന്നു സ്വർഗീയ വൃന്ദം നിറഞ്ഞു തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി താഴ്വരയാകത്തിൻ തിരി തുറന്നു സ്വർഗീയ വൃന്ദം നിറഞ്ഞു. പുലരിയിലുതിരും ഹിമകണമായി പൂവിൻ്റെയുള്ളിൽ മധുകണമായി പുലരിയിലുതിരും ഹിമകണമായി പൂവിൻ്റെയുള്ളിൽ മധുകണമായി കതിരവനേക്കാൾ പ്രഭ തൂകിടും രാജാധിരാജനിന്നാത്മബലി കതിരവനേക്കാൾ പ്രഭ തൂകിടും രാജാധിരാജനിന്നാത്മബലി ഒരു നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാം
ജീവിക്കുവാൻ ദാസരെ വിളിച്ചുവല്ലോ. സ്വർഗീയമലകളാൽ യുവധൂരന്മാരെ സുന്ദരരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചു മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. നിന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക, ജനത്തെയും ഗൃഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകനെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സന്ദർശിക്കും തോണികളായി കന്യകമാരെ അനുഗമിക്കും. നിന്റെ മക്കൾ മേശയ്ക്കും സൈത്തമുളകൾ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സ്വീകരിക്കുന്നത് ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുഴുവൻ നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയോ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നവരെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന ലക്ഷ്യത മിശിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. ഈശോ
അങ്ങയുടെ സ്വഭാവം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നിത്യം. എന്റെ സഹോദരി, നിങ്ങൾ ശ്രദ്ധയിലേക്ക് നമ്മുടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ പിതാവായ നന്ദി അർപ്പിക്കുകയും മിശിഹായുടെ ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്നാൽ മിശിഹായുടെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ കണ്ടുകൊണ്ടാക്കി. ഇത് അവളെ കർത്തവ്യമോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വമൊക്കെയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ ആഗ്രഹിക്കുകയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്ന പോലെ അവനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോട് മിശിഹായെ ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. തന്മൂലം പിന്നീട്
എങ്കിലും അവർ രണ്ടെല്ലാം ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. ഏറ്റവും വാത്സല്യമുള്ള ഉല്ലാസ് ക്രിസ്റ്റീന, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഇന്ന് ഈ പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് സന്നിഹിതരായിരിക്കുന്നത് ഈ കുർബാനയുടെ മധ്യേ ഉല്ലാസും ക്രിസ്റ്റീനയും പരസ്പരം പരിശുദ്ധാത്മാവിനാൽ ബന്ധിതരായി തീരുകയും പരിശുദ്ധ കുർബാന മധ്യേ വിവാഹമെന്ന കൂദാശ കൂടി പരികർമ്മം ചെയ്യുന്നു. പ്രാരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഉല്ലാസിനെയും ക്രിസ്റ്റീനെയും വിളിച്ച് കൂട്ടിയോജിപ്പിക്കുക. ദൈവികമായ പദ്ധതിയുടെ സാക്ഷാത്കാരമാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും മനുഷ്യവർഗത്തെ സംബന്ധിച്ചും പൊതുവായും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി രക്ഷയുടെ പദ്ധതിയാണ്. അത് സ്നേഹത്തിന്റെ പദ്ധതിയാണ്. അത് ജീവന്റെ പദ്ധതിയാണ്. ഈ സ്നേഹത്തിന്റെയും ജീവന്റെയും ശുശ്രൂഷ നിർവഹിക്കാൻ, ഈ സ്നേഹത്തെ അനുഭവിക്കാൻ, ആവിഷ്കരിക്കാൻ, അതിലൂടെ ജീവന്റെ ശുശ്രൂഷകരാകാൻ ദൈവം ഉല്ലാസിനെയും ക്രിസ്റ്റീനെയും വിളിക്കുകയാണ്. കൂദാശയാണ് വിവാഹം. കൂദാശകളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ്. ദൈവം പ്രവർത്തന നിരതനായിരിക്കുന്നത് കൊണ്ടാണ്, ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത് കൂദാശയാകുക. അങ്ങനെ വരുമ്പോൾ കൂദാശകളെല്ലാം ആത്യന്തികമായി ദൈവത്തിന്റെ പ്രവൃത്തികൾ.